വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ V&V വ്ളോഗ്സ്. അപ്പം ഇന്ന് നമ്മളുടെ ഈ കൊച്ചു വീഡിയോയിലുള്ളത് നമുക്ക് എങ്ങനെ ലണ്ടനിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഏരിയയിൽ UK ഇന്നർ ഏരിയ ലണ്ടൻ ഏരിയാസിൽ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ്. ഞങ്ങൾ കുറച്ച് അടുത്തടുത്തായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ലണ്ടൻ ക്രിസ്മസും ന്യൂ ഇയർ നമുക്ക് അടിച്ചു പൊളിക്കാൻ കഴിയുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പോയി കണ്ട് എൻജോയ് ചെയ്യുക. UK എന്ത് ചെയ്യുക, ആ സ്പോട്ടിലൊക്കെ പരമാവധി പോയി നിങ്ങളും എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ വേണ്ട ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കോവന്റ് ഗാർഡനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ സ്റ്റേഷൻ്റെ വാതൊക്കെ കണ്ടോ, ഇതുപോലുള്ള വണ്ടികളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മറ്റേ റിക്ഷ വണ്ടികൾ പോലെ ഇപ്പോൾ ക്രിസ്മസിന് മാത്രമുള്ള ഇവിടെ. ക്രിസ്മസിന് ഇയറിനൊക്കെ ഉള്ള. അപ്പം നമ്മളിവിടെ ഇങ്ങോട്ടാ പിന്നെ ഇവിടെ ഇട്ട് കറക്കുക. ഇവിടുത്തെ തിരക്കുണ്ടോ? ഇന്നിപ്പം ഡേറ്റ് ഇന്ന് എത്ര 17 അല്ലേ? 17 ആയതേ ഉള്ളൂ, ഡിസംബർ 17. അപ്പം ഗൈസ് ഇവിടെ നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അതുകൊണ്ടോ ഇന്ന് തിരിയാൻ സ്ഥലമില്ല. ആൾക്കാരിങ്ങനെ അവിടുന്ന് ഒക്കെ വന്നോണ്ട്. അതാണ് സ്പോട്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളിലെ കാഴ്ച കാണിക്കാൻ. തിരക്ക് കാണുമ്പോൾ അറിയാലോ, നല്ല വൈബില് ക്രിസ്മസ് മൂഡില എല്ലാരും. ഞാൻ പോയി നിൽക്കട്ടെ. എന്റെ ഫോട്ടോ എടുക്കണോ? എന്റെ പൊന്നെ പോതി. പിന്നെ ഇതിനെ കണ്ടോണ്ട് എന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. അടുത്ത കണ്ടോ വൈസ് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് വാ. ഇത് ബെല്ലും കാര്യങ്ങളും പോണ്ട. അതാ അവിടെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതുപോലെ കാണാൻ പറ്റുന്ന. മോതിരം, കയ്യിലിടുന്ന വളകൾ, പേഴ്സ്. നമ്മളാണ്ട് ഈ സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നേ. ഇവിടെ എന്തോ സ്നോയുടെ പരിപാടി ഉണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അതെന്തോന്ന് അറിയത്തില്ല. അത് ഇനി ഉണ്ടോ ഇല്ലയോ എന്നും അറിയത്തില്ല. ഞങ്ങളെന്തായാലും പോയി നോക്കാം. സ്നോ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ അതിൻ്റെ പുറവശത്തെ ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല കാഴ്ച. ഇവിടുത്തെ ക്രിസ്മസിൻ്റെ ലോങ് ബെൽസും കാര്യങ്ങളും എല്ലാം കൂടെ ഹാങ് ചെയ്തിട്ടിട്ട് കാണിക്കാം. നേരത്തെ കണ്ട തന്നെ അതിൻ്റെ ഒരു ലോങ് വ്യൂ. ഇതാണ് സംഭവം. കണ്ടോ, നല്ല രസമില്ലേ?
ആപ്പിൾ മാർക്കറ്റ്. ഈ ക്രിസ്മസിന് മാത്രമേ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമാണ്. ഇത് രണ്ടാമത്തെ സ്ഥലമാണ്. ഈ ലൈറ്റ് എല്ലാം ഇങ്ങനെ ഇട്ട് അവിടെ ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ ബാറും ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് ഇവിടുന്ന് അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ദേ അവിടെ കാണുന്നതാണ് ആ കൊച്ചു ക്രിസ്മസ് അപ്പം വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, വണ്ടി പോലത്തെ ആ സംഭവമൊക്കെ ഉള്ള അവിടെ. പിന്നെ ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ എല്ലാം ആഹാരമൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കുന്നേ ഉള്ളൂ. പുറത്തുനിന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത്രയും വരത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഇത് ഡബിൾ ഡക്കർ ബസ് ഇവിടുത്തെ പഴയ ബസ്സായത് കേട്ടോ, ദിവസം ഇങ്ങനെയല്ല, പഴയ ബസ്സാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ കിടന്ന് ഓടുന്നതാണ്. പുതിയ ബസ് ഇതെല്ലാം ഈ ലണ്ടനിൽ മാത്രമുള്ള ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ള ബസ്സുകളാണ്. നമ്മളിപ്പോൾ എങ്ങോട്ട് പോകണേ? ഇതാണ് പുതിയ മോഡൽ ബസ്. ഇപ്പോഴത്തെ ടൈപ്പ് ബസ്സുകൾ ഇതാ. ഈ ഡബിൾ ഡക്കർ ബസ് ലണ്ടനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഔട്ടർ ലണ്ടനിൽ ഒറ്റ ഫ്ലോറായിട്ടുള്ള ബസ്സുകളാണ്. ഒരു കടയ്ക്കകത്ത് കാറ് കയറ്റിയിട്ടിരിക്കുന്നുണ്ട്. കടയാ കണ്ടില്ല. ക്രിസ്മസ് അപ്പം വണ്ടി പിടിച്ചോട്ട് പോയത്. ഇതെല്ലാം നിങ്ങൾക്ക് കോവൻ ഗാർഡനിൽ വന്നാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. 10 മിനിറ്റ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. സെൻറ്ററായിട്ട് വരും. ലണ്ടനിൽ തന്നെ അയക്കുന്നത്. ലണ്ടൻ കറക്റ്റ് സെൻറ്ററിലായിരിക്കുന്നത്. ഇവിടെ അടുത്താണ് ലണ്ടനായി. ഇവിടുന്ന് 12 മിനിറ്റ് നടക്കാൻ ലണ്ടനായി. ഇപ്പം ഞങ്ങൾ പോയ സ്പോട്ട് നേരത്തെ കാണിച്ച സ്പോട്ട് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഇല്ല 7 മിനിറ്റ്. സിറ്റി പോയിട്ട് വന്നിട്ട് ആരും പോയാൽ മതി. നിൽക്കുന്നത് ലണ്ടൻ ഐയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ ജൂബിലി ബ്രിഡ്ജാണ്. ഇത് ഗോൾഡൻ ജൂബിലി ബ്രിഡ്ജാണ്. ഗോൾഡൻ ജൂബിലി ബ്രിഡ്ജ് ഇറങ്ങി ചെന്നിട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലണ്ടൻ ഐ ഉള്ളത്. വളരെ മനോഹരമാണ് കാണാൻ. കുറേ ബോട്ട്സ് അങ്ങനെയുള്ള കുറേ ബോട്ട്സ്. നമ്മളിവിടെ ഒരു നദി, നമ്മുടെ ഒരു നദിയാണെന്നാണ് എൻ്റെ തോന്നലിനാണ്. നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് മനോഹരം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൂട്ടല്ല നല്ല പൊക്കമുണ്ട്. ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡാണ് ലണ്ടൻ ബ്രിഡ്ജ് ഒക്കെ വരുന്നത്. അതായത് ആ സൈഡ്, ഇതല്ല ആ സൈഡ്. അത് ഇതൊരു ട്രെയിനിൻ്റെ പാലമാണ്. ഇതല്ല റെയിൽവേ ലൈൻസ് ആണത്. അപ്പം ഇതെന്ന് പറയുന്നത് നിങ്ങൾ നോക്കി ഇവിടെയുള്ള ബിൽഡിങ്സിനെക്കാട്ടിലും നല്ല പൊക്കത്തിലാണ് നമ്മുടെ ഈ ലണ്ടൻ ഐ ഉള്ളത്. ബിൽഡിംഗ് റൊട്ടേറ്റ് ചെയ്യും. പിന്നെ ഇങ്ങനെ പല പല കളറായിട്ട് മാറി പല പല കളർ ഇങ്ങനെ മാറി വരും. ഇപ്പം എനിക്ക് തോന്നുന്നു അത് നിന്നെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ വന്ന സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അതൊന്നും വിട്ടുപോയി. സോറി ഗൈസ്. നിങ്ങളെല്ലാവരും ടി വിയിൽ കാണുന്നൊരു സംഭവമാണ്. മറ്റേ UK എന്ന് പറയുന്നത് വരുന്നതാണ്. മറ്റേ ക്ലോക്കും ഒരു പേരെനിക്കറിയില്ല. അത് നല്ല തണുപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളെ പെട്ടെന്ന് പാക്കപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോയാലോ എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. കാരണം നല്ല തണുപ്പുണ്ട്. ഗോൾഡൻ ജൂബിലി ബ്രിഡ്ജിനാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ, അതായത് ലണ്ടൻ ഐയിലോട്ട് പോകുന്നതിൻ്റെ അവിടെ തൊട്ട് താഴെയായിട്ട് കുറേ ഷോപ്സ് ഉണ്ട്. ഇതെല്ലാം സ്ട്രീറ്റ് ഫുഡ് പോലത്തെ സംഭവങ്ങളാണ്. ചീപ്പറായിരിക്കും നിങ്ങൾക്ക്. ഇത് നമ്മുടെ വൈൻ കട. ആഹാരമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലിക്കർ കിട്ടും. ഇതുപോലെ ബർഗർ ഇങ്ങനെയുള്ള പല ഐറ്റങ്ങളുണ്ട്. ഹോട്ട് ഡോഗ്
നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടിരിക്കും. എന്തോ ട്രൈ ചെയ്യും? ഇന്ത്യൻ കട വല്ലതും ഉണ്ടോ നോക്കി. ഇന്ത്യൻ കടയിൽ നിന്ന് വല്ലതും മേടിക്കുന്നുള്ളൂ ഞങ്ങള്. കാരണം നമ്മളീ കറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ എവിടെ പോയാലും ഇന്ത്യൻ കടയാവും കേട്ടോ. അവിടെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതേ കഴിക്കത്തുള്ളൂ. അങ്ങനൊന്നും കണ്ടില്ല. നോക്കാം. ഹീത്രോയിൽ നിന്ന് ഹീത്രോയിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ക്രോക്ക് ഫോസ്റ്ററോ അല്ലെങ്കിൽ അർണോസ് ക്രൂസോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സ്ഥലത്തിൻ്റെ പേര്, കോവന്റ് ഗാർഡനിൽ ഇറങ്ങുക. കോവന്റ് ഗാർഡനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് കോവന്റ് ഗാർഡനിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരു നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ, വെൽസ്, അങ്ങനെയുള്ള ഒത്തിരി കാഴ്ചകൾ അവിടെ ഉണ്ട്. ഫോട്ടോയ്ക്ക് പറ്റിയ സ്ഥലങ്ങളെല്ലാം. നല്ല സ്പോട്ടാണ്. പിന്നെ അതുകൊണ്ട് നല്ല ഫോട്ടോ എടുക്കാൻ നല്ല വെറൈറ്റി സ്നാക്സും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് പിന്നെ റിക്ഷാസ് ഉണ്ട്. ഒത്തിരി ലൈറ്റും മടക്ക് ഇല്ല, സൈക്കിളിന്റെ ഇന്ന് ക്രിസ്മസിനായിട്ട് ലൈറ്റ് ഒക്കെ ചെയ്തിട്ട് ന്യൂ ഇയറിന് എല്ലാം അടിച്ചു പൊളിക്കാൻ. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ റീജന്റ് സ്ട്രീറ്റിലെത്താം. ഒരുപാട് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. നിങ്ങൾ ബസ്സൊന്നും കയറണ്ട, നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അവർ റീജന്റ് സ്ട്രീറ്റിലുണ്ട്. റീജന്റ് സ്ട്രീറ്റിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് നടത്താൻ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ഞങ്ങൾ അവിടുന്ന് നടന്നു. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ലണ്ടൻ ഐയിലാണ്. അതായത് കറക്റ്റ് പറഞ്ഞാൽ നമുക്കൊരു 6 പൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, 6 ഹീത്രോയിൽ 8 പൗണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് അതിനകത്ത് തീരും ഒരാൾക്ക്. ഇവിടെ വന്നിട്ട് നിങ്ങൾ നടന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ പോവാൻ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങി. ലണ്ടനിൽ ഏത് സോണാണെന്നുണ്ടെങ്കിലും ഇത്രയും റേറ്റേ എടുത്തുള്ളൂ. ഏത് സോണിൽ നിന്ന് നിങ്ങൾ വന്നാലും ഒരു 8 പൗണ്ട് മാക്സിമം. 2 മണി 2:30 കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ, കാരണം ഈ ലൈറ്റിങ്സ് ഒക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ 2:30, 3:30 കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. കാരണം 4 മണി, എനിക്ക് 3:30 ആകുമ്പോഴത്തേക്ക് ഇരുട്ടി തുടങ്ങുമല്ലോ. നിങ്ങൾ ആ സമയത്ത് എത്തുന്ന രീതിയിൽ എത്തുന്നതായിരിക്കും നല്ലത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം വേറെ അങ്ങനെ പിന്നെ ആഹാരം കഴിക്കുന്ന എല്ലാം എക്സ്പെൻസീവ് ഇങ്ങടെയാണ്. ആഹാരം നിങ്ങൾ റേറ്റ് കുറഞ്ഞ് നോക്കി കയറി കഴിക്കുക. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊന്നും ആഹാരം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് ആവും. അതൊന്നും നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെ ആയിരിക്കും റേറ്റ് കുറച്ച് കിട്ടുന്നത്. നിങ്ങൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് കഴിക്കുക. ഞങ്ങൾ ഫുഡ് കഴിച്ചാണ് വന്നത്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഇറങ്ങി ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പം തിരിച്ച് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുക, കയറി കിടന്നുറങ്ങുക. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ലണ്ടന്റെ കൊച്ചു വിശേഷം. അപ്പം എന്താണ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം ബൈ, സീ യു.